guys, welcome to our channel Bros Travel. ഹലോ. അപ്പം നമ്മൾ അടുത്ത ട്രിപ്പിന് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇപ്പം സമയം 4:30 നമ്മൾ കോട്ടയത്ത് നിന്ന് അടുത്ത വാഗമണ്ണിൽ നിന്നൊരു കുറച്ചും കൂടെ സ്ഥലമുണ്ട്. വാഗമനം എന്നാണ് സ്ഥലത്തിൻ്റെ എക്സാക്ട് നെയിം. നമ്മൾ അങ്ങോട്ടുള്ള പോകാനാണ്. ഇപ്പം നമ്മൾ 4 പേരേ ഉള്ളൂ. ഇനി നമുക്ക് കുറച്ച് ആൾക്കാർ പല വഴിയിൽ നിന്ന് നമ്മളെ ജോയിൻ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഫ്രണ്ട്സും ചേട്ടന്മാരൊക്കെ തന്നെയാണ്. പിന്നെ കഴിഞ്ഞ പോകുന്നില്ലാത്ത ആൾ ദിനമുണ്ട്. നമ്മളിപ്പോൾ ചെറിയൊരു സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ഈരാറ്റുപേട്ടയിൽ ഇവിടെ ഒരു വാർത്തയിലൂടെ നമ്മൾ ചെറിയൊരു സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കൂടെ ഇപ്പോഴും അവർ വന്നിട്ടില്ല. നമ്മുടെ ജോയിൻ ചെയ്യുന്നവർ വന്നിട്ടില്ല. അവർ ജസ്റ്റ് ബാക്കിലാണ്. എവിടെയെങ്കിലും വെച്ച് ആരും അല്ലേ എന്താ ചെയ്യണോ? ഒന്നുമില്ലടാ. നമ്മളിപ്പം വാഗമൺ ടൗണിൽ നമ്മളിപ്പോൾ 7 മണിയൊക്കെ ആയപ്പോൾ എത്തിച്ചേർന്ന്. അപ്പം പിന്നെ ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണ്. അപ്പം നമ്മുടെ ആൾക്കാർ കൂടെ ഉള്ളവർ ഇപ്പോഴും വന്നിട്ടില്ല. അവരിവിടെ വെച്ച് മീറ്റ് ചെയ്യാം. നമ്മൾ കുറച്ച് വെട്ടമൊക്കെ വന്നു. നമ്മളിനി അങ്ങോട്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ല. ലേറ്റ് ആയോ ഇല്ലെന്ന് അറിയത്തില്ല. അവിടെ നമ്മളെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ ഇന്ന് വേറെ ഒരു കടയാണ്. പാരീസ് ഹോട്ടലാണ് ഫുഡ്. അപ്പം അതിൻ്റെ കാര്യത്തിൽ എല്ലാവരും നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇവിടെ പറയാതിരിക്കാൻ നല്ല തണുപ്പുണ്ട്. ഇത്രയും നല്ല തണുപ്പ് ഇവിടെ എനിക്ക് ഇവിടെ വന്നിട്ട് അതിൻ്റെ രാവിലെ നല്ല തണുപ്പ്, നല്ല തണുപ്പുണ്ട്. അപ്പം ബാക്കി ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ട് കയറാത്ത കയറാം. കൊള്ളാം. പൊറോട്ട ആൻഡ് ബീഫാണ്. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുന്നവർ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ വെച്ച് വാഗമണ്ണ് ടൗണിൽ വെച്ച് ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ ഇവരും ഇവിടെ എത്തി. അവർ കുറച്ച് എല്ലാവരും ഇവിടെ ഉണ്ട്. എല്ലാവരും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ നേരെ അങ്ങോട്ട് പോവാണ്. ഹലോ ഗൈസ്, നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുന്നു. ഇതാണ് ലൊക്കേഷൻ. ഇവിടുന്ന് ട്രക്കിംഗ് ഇവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതാണ് ഇവിടെ ഓഫീസ്. ആക്ച്വലി ഇതിപ്പം അധികം ഫേമസ് ആയിട്ടില്ല. കാരണം ഇപ്പം എല്ലാവരും അന്ന് അറിഞ്ഞു വരുന്നേ ഉള്ളൂ. വളകോടിനടുത്ത് ഒറ്റമരംപാറ എന്ന സ്ഥലമാണ്. ഇവിടുന്നാണ് നമ്മുടെ ട്രക്കിങ് നടക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാം സെറ്റായിട്ടാണ് നമ്മുടെ പ്രിൻസിയേട്ടൻ. നാളെ നമുക്ക് പോകുന്ന വഴിക്ക് പിന്നെയും പരിചയം. അങ്ങനെ പുള്ളിയാണ് നമ്മുടെ ഗൈഡ്. ഇവിടെയുള്ള ആളാണ്. നമുക്ക് പോകുന്ന വഴിക്ക് പുള്ളിയെ കൂടുതൽ പരിചയപ്പെടുകയൊക്കെ ചെയ്യാം. ഒരു നല്ല വാഗമണ്ണിൻ്റെ ഇതുവരെ കാണാത്ത കുറച്ചുകൂടെ നല്ലൊരു കാഴ്ചയൊക്കെ ഉള്ളത്. നല്ല വൈഡായിരുന്നു. വൈഡിന് പറ്റിയ നല്ല വഴിയായിരുന്നു കേട്ടോ. നല്ല ഓപ്പൺ ആയിട്ടുള്ള കുറേ വ്യൂസും നല്ല രസം. അതെ, നല്ല ലാൻഡ്സ്കേപ്പും ഭയങ്കര രസമുള്ള വഴി കൂടെയൊക്കെ വന്നത്. ലാൻഡ്സ്കേപ്പിന് മലയിടിച്ചില്ലല്ലേ ഇനിയാണ് സത്യം. അപ്പം അങ്ങനെയൊക്കെ ആയിരുന്നു വഴി. ഇനിയിപ്പോൾ നമ്മളിവിടുന്ന് ഇനിയിപ്പം ഒരു കുറച്ചൊരു ടൈം കൂടെ കഴിയുമ്പോൾ നമ്മൾ പതുക്കെ കയറും. അപ്പം ഇനിയിപ്പോൾ അതൊക്കെ ഒരു മേലോട്ട് 2-2.5 മണിക്കൂർ നമുക്ക് ഫുൾ ട്രക്കിംഗ് ഉണ്ട്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ മേളിൽ നിന്നാൽ കുറേ കാഴ്ചകളുണ്ടെന്നാണ് പറയുന്നത്. അത് ഇപ്പം നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ വ്യൂസ് നല്ല കാണാൻ പറ്റും. അതായത് നമുക്ക് ഈ പല ഭാഗങ്ങളും നല്ല തണുത്ത കാറ്റുണ്ട് ഇവിടെ. ഒരു രക്ഷയില്ലല്ലേ. പക്ഷെ നമ്മളിവിടുത്തെ വ്യൂസൊക്കെ എൻജോയ് ചെയ്യും കേട്ടോ. ഭയങ്കര അടിപൊളിയാണ്. അത് നമുക്ക് ഇനി കൂടുതൽ വരുന്ന കാണാൻ പറ്റും. ഗൈസ്, നമ്മുടെ പാസ് ഇവിടെ വന്നിട്ടുണ്ട്. നമ്മളിപ്പം ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇതാണ് ഇവിടെ ഉള്ള. ഇത് കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് കേട്ടോ ഈ പരിപാടി. ഇപ്പോൾ നമ്മൾ എത്രയും പേരുടെയൊക്കെ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഈ ടിക്കറ്റിന് ഒരാൾക്ക് 135 രൂപ. 135 രൂപയാണ്. പിന്നെ എക്സ്ട്രാ എന്തോ പൈസ ഉണ്ട്. ടോട്ടൽ 155 രൂപയാണ്. ഒരാൾക്ക് 155 രൂപ. നമ്മൾ 1952 ആളാണ്. എവരെ
ഇതാണ് നമ്മുടെ എൻട്രൻസ്. ഇത് എല്ലാവരും കയറുന്നു. നമ്മളിനി ഇവിടെ മേലോട്ട് കയറാൻ നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്ന വഴിക്കുള്ള കാഴ്ചകളെല്ലാം കാണാം. മാക്സിമം കവർ ചെയ്യാൻ നോക്കാം. അതായത് ഈ സ്ഥലത്തിന് മേളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല ക്ലൈമറ്റ് ആണെങ്കിൽ നമുക്ക് കൊളുക്കുമല കാണാൻ പറ്റും എന്നാണ്. പിന്നെ നമുക്ക് എന്നാണല്ലോ ഇവിടുന്ന് ഇടുക്കിയിലെ റിസർവെയർ അവിടെ വെള്ളം കെട്ടി കിടക്കുന്ന ആ ഭാഗം നമുക്ക് നല്ലതായിട്ട് കാണാൻ പറ്റും എന്നാണ് ഗൈഡ് പറഞ്ഞത്. നമുക്ക് മേളിൽ ചെന്ന് കഴിയുമ്പോൾ ഇതിൻ്റെ അവസ്ഥ എന്നാണ് അടുത്ത്. കെവിൻ അടയ്ക്കാൻ തുടങ്ങിയേ. ഇവിടെ അടയ്ക്കാൻ തുടങ്ങി കെവിൻ. ആടാ ഫെൻസിങ് ഇട്ടേക്കുന്നതാണ്. മൃഗങ്ങളെ എന്നാ പറയുന്നത്, ഒരു ചെറിയൊരു കുഞ്ഞൊരു നൈസായിട്ടൊരു ഷോക്ക് കൊടുത്ത് പയ്യെ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതിരിക്കാനായിട്ട് നമ്മൾ ഇട്ടിരിക്കുന്നതാണ്. ആന ഇടയ്ക്ക് ഇങ്ങോട്ട് ഇറങ്ങി വരുന്നതാണ്. ഇതുവരെ മനുഷ്യൻ അങ്ങനെ ദോഷമായിട്ടുള്ള രീതിയിൽ ഒന്നും അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. ഈ ആന എന്ന് പറയുമ്പം ആൾക്കാർക്ക് പൊതുവേ മനസ്സിൽ പേടിയാണ് ഒന്നാമത്തെ കാര്യം. പേടി തന്നെയല്ല, അത് ഒരു നല്ലൊരു അഭിപ്രായം ആനയെക്കുറിച്ച് ഇല്ലതാനും. പക്ഷേ നമ്മൾ ഈ വനത്തിൽ ആന ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഈ ടൂറിസവും മറ്റു കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്നത്. ഒരു മെയിൻ ഒരു പോയിന്റാണ്. ഇപ്പോൾ പോകുന്ന വഴിക്ക് അത്ര പേരക്കൊക്കെ ഉണ്ട്. നമ്മുടെ ഗൈഡിയായിട്ടും തീർച്ചയായിട്ടും നമുക്ക് ഓരോ പേരക്കൊക്കെ എടുത്തു തരുന്നുണ്ട്. പോകുന്ന വഴിക്ക് തവകായിരിക്കാൻ വേണ്ടിയായിരിക്കും. നമ്മൾ പിന്നെ പകുതി പോലും ആയില്ലേ. ഇതിൻ്റെ അപ്പുറം ഇപ്പുറമല്ല നമുക്ക് കുറേ അധികം നല്ല ഔഷധ ഗുണങ്ങളും എല്ലാം ഉള്ള കുറേ മരങ്ങളും എല്ലാം ഉണ്ട്. ഓരോ മരങ്ങളായിട്ട് നമുക്ക് ഗൈഡ് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഓക്കെ, എന്നെ കണ്ടുപിടിക്കും. നമ്മളിപ്പോൾ നിൽക്കുന്നത് മുന്തിരിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ്. പേര് വരാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ മുന്തിരി ഉള്ളത് കൊണ്ടാണ് ഇങ്ങനൊരു പേരെന്തിരിയാണ് കസേരക്കാനം എന്ന് പറയുന്ന സ്ഥലമാണ്. കസേരക്കാനം അതൊരു എന്താ പറയുന്നത്, മഞ്ഞൾ നിരപ്പ്, അങ്ങനെ ഓരോ പേരുകളാണ് ഓരോ സ്ഥലങ്ങൾ പറയുമ്പോൾ. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റിയ വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഗമണ്ണ്, തങ്ങൾപ്പാറ, കുരിശുമല, അതുപോലെ തന്നെ ഇല്ലിക്കല്ല് ലാസ്റ്റ് എല്ലാം ഇല്ലിക്കല്ലിലെ മെയിൻ ആ കല്ല് കാണാൻ പറ്റും. അതന്നെ അതാണ് കാണുന്നത്. ലാസ്റ്റ് ഉണ്ട്, ലാസ്റ്റ് ഒരു ക്ലൗഡ് കിടക്കുന്നുണ്ട്. ഇങ്ങോട്ട് ചെറിയ കല്ല് അടുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വളരെ വ്യക്തമായിട്ട് നമ്മുടെ പാഞ്ചാലിനെ കാണാം. മരിച്ചു കിടക്കുന്ന പോലെ അല്ലേ? അങ്ങനെയാണ് അതിന്റെ ഐതിഹ്യം പറയുന്നത്. നമുക്കിവിടെ വന്നിട്ട് ഇത്ര നാൾ അറിയത്തില്ലായിരുന്നു അവിടെ പാഞ്ചാലിമേടിന്റെ ശരിക്കുള്ള സംഭവം എന്നാന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. പിന്നെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം കാണാം. ഈ ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ അത്ര സൈഡ് നോക്കുകയാണെങ്കിൽ നല്ല ഇതാണ്. വന്ന വഴിയാണ് കേട്ടോ, അത് വന്ന വഴിയാണ്. നമ്മളിനി കയറാൻ പോകുന്ന കസാരക്കാന എന്ന് പറയുന്ന സ്ഥലമാണ്. കാരണം അവിടെ നമുക്കവിടെ മേളിച്ച് നമുക്ക് കാണാൻ കുറേ മഞ്ഞൾപ്പാറ അങ്ങനെ കുറേ ഉണ്ട്. മഞ്ഞൾപ്പാറ എന്നും പറയും. ഇല്ലെങ്കിൽ ആ മഞ്ഞൾപ്പാറ എന്നൊരു പേരുണ്ട്. പക്ഷെ ഒരു രക്ഷയില്ല കേട്ടോ. നമ്മൾ ഈ നടക്കുന്നതിൻ്റെ നമുക്ക് നല്ലതായിട്ട് അറിയാനും ഉണ്ട്. ഇത്ര സുന്ദരമാണ് നമ്മുടെ
ചുറ്റിനും നോക്കിയേ നമ്മുടെ നാട്. വിൻഡി വാക്കിന്റെ ഈ സ്ഥലത്തിന്റെ ഈ ട്രക്കിങ്ങിന്റെ പേര് വിൻഡി വാക്ക് എന്നാണ്. അതിന്റെ പ്രത്യേകത വെച്ചാൽ നമ്മളെ കാറ്റ് തന്നെ സംരക്ഷിച്ചുകൊണ്ട് നടക്കുക. നമ്മളെ സേവ് ചെയ്യേണ്ട നമ്മുടെ പ്രകൃതിയാണ്. ഇവിടെ വരുന്നവർക്ക് പ്ലാസ്റ്റിക് ഒന്നും ഉപയോഗിക്കരുത്. കാറ്റാണ്, അതുകൊണ്ട് എപ്പോഴും പ്രതീക്ഷിക്കാത്ത രീതികൾ. പകുതി പോലും ആയിട്ടില്ല, ഇനി കിടക്കും. പക്ഷേ ഇവിടെ നിന്നൊക്കെ ഉള്ള വ്യൂ ഉണ്ടല്ലോ, രക്ഷയില്ല. നല്ല കാറ്റുമുണ്ട്. എല്ലാവരും പതുക്കെ പതുക്കെ കയറി വരുന്നുണ്ട്. ജിനോ ഇന്ന് നേരത്തതുകൊണ്ട് ഭയങ്കര കാറ്റാട്ടോ, ഒരു രക്ഷയുടെ കാറ്റ്. പ്രകൃതിക്ക് ദോഷമില്ലാത്ത ആനയുടെ ശ്രദ്ധ തിരിക്കാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളിപ്പം ബൈ ചാൻസ് നമുക്കിതുവരെ എത്രയും വർഷങ്ങളായി ഇവിടെ വളരെ നല്ല രീതിയിൽ പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് പോകുന്നു. അത് കാര്യം നമുക്ക് ഇതുവരെ ആക്രമണമോ ആനയുടെ ടൈഗറോ മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കാര്യം വെച്ചാൽ വളരെയധികം ദൂരക്കാഴ്ചയുണ്ട് നമുക്ക്. ആ ദൂരക്കാഴ്ച ഉള്ളതുകൊണ്ട് മണ്ടയിലൊരു നല്ലൊരു വാച്ച് ടവർ ഉണ്ട്. അപ്പം ഈ കമ്മ്യൂണിക്കേഷൻ വളരെ ക്ലിയറാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കയറിപ്പോകുന്നത്. നമുക്ക് എന്തെങ്കിലും ആനയോ മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ബീച്ച് ഫോറസ്റ്റ് ഓഫീസേഴ്സ് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് അപ്പം ആൾക്കാരെ കയറ്റുന്നില്ലേ? അപ്പം ആൾക്കാരെ കയറ്റും. എവിടെയാണ് പഠിക്കുന്നത്? ട്രക്ക് ചെയ്യണം. ആന ഇറങ്ങണമെങ്കിൽ ആന നമുക്ക് ഈ ഏരിയയിലൊക്കെ വരുമല്ലോ. നമുക്ക് ദൂരക്കാഴ്ച കൂടുതലുള്ളതുകൊണ്ട് നമുക്ക് അതിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കാൻ സാധിക്കും. മാത്രമേ വരാവുള്ളൂ. വനത്തിലും ട്രക്കിങ്ങിലും കയറുമ്പോൾ സ്വന്തം റിസ്ക് എടുക്കരുത്. ഗൈഡിനോട് മാത്രമേ വരൂ. ഇനി ഇതൊക്കെ പറയുന്നുണ്ടല്ലോ, ഇത്രയുള്ള കയറ്റം നോക്കി. പക്ഷെ എങ്ങനെയുണ്ട് വ്യൂവും കാര്യങ്ങളൊക്കെ? കണ്ണ് തെളിയുന്നില്ല. ഏകദേശം മേളിൽ ഒരു മലയുടെ മേളിൽ എത്തിയിട്ടുണ്ട്. ഒടുക്കത്തെ കാറ്റാണ്. കാറ്റ് കാരണം നടക്കാൻ പറ്റില്ല. ആ കാണുന്ന സ്ഥലമുണ്ടല്ലോ,